everyone, once again welcome back to my YouTube channel. ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് ചില റിലേഷൻഷിപ്പ് വർക്കൗട്ട് ആകാറില്ല. അവർ പരസ്പരം നല്ല ഇഷ്ടത്തിലായിരിക്കും, നല്ല സ്നേഹമായിരിക്കും, പക്ഷെ എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് ഒരു ഹെൽത്തി വേയിലേക്ക് ആ റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കില്ല, അല്ലെങ്കിൽ ഒന്ന് ഷിഫ്റ്റ് ചെയ്യാൻ പോലും സാധിക്കാത്ത രീതിയിൽ സ്ട്രഗിൾസ് ഉണ്ടാകാറുണ്ട്. എന്തുകൊണ്ടാണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? അതിന് പോസിബിൾ ആയിട്ടുള്ള കുറച്ച് റീസൺസ് ഉണ്ട്. ഈ കാര്യങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്കത് സോൾവ് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പൊ എന്തൊക്കെയാണ് റീസൺസ് എന്നുള്ളത് നോക്കാം. ഒന്ന്, എല്ലാ രീതിയിലും ഡിഫറെന്റ് ആയിട്ടുള്ള ലൈഫ് ഗോൾസ് ആണ് രണ്ടു പേർക്കും ഉള്ളത്. അതായത് എക്സ്ട്രീംലി രണ്ട് ദിശയിലാണ് എല്ലാ കാര്യങ്ങളിലും രണ്ടുപേരും സഞ്ചരിക്കുന്നത് എന്നുണ്ടെങ്കിൽ കോമൺ ആയിട്ടുള്ള ഒരു ഇൻട്രസ്റ്റ് ഉണ്ടായിരിക്കില്ല, അല്ലെങ്കിൽ ഒരു രീതിയിലും രണ്ടുപേർക്കും ഒരേ ഇഷ്ടങ്ങളോ അല്ലെങ്കിൽ ഒരേ രീതിയിലുള്ള ചിന്താഗതിയോ ഒന്നും ഉണ്ടായിരിക്കില്ല. ഇങ്ങനെ എല്ലാ കാര്യങ്ങളിലും ഡിഫറെന്റ് ആയ രീതിയിലാണ് സഞ്ചരിക്കുന്നത് എന്നുണ്ടെങ്കിൽ അതാണ് പലപ്പോഴും ആ റിലേഷൻഷിപ്പ് ഒരു ഹെൽത്തി വേയിലേക്ക്, അല്ലെങ്കിൽ എത്ര സ്നേഹം ഉണ്ടായിട്ടും വർക്കൗട്ട് ആകാൻ പറ്റാത്തതിന്റെ ഒരു പ്രധാനപ്പെട്ട റീസൺ. ഇനി രണ്ടാമത്തെ ഒരു പോസിബിൾ റീസൺ ആണ് ഇമോഷണൽ മെച്യൂരിറ്റി ഇല്ലായ്മ. നിങ്ങളുടെ പാർട്ട്ണർ അല്ലെങ്കിൽ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി നിങ്ങളോടൊരു കാര്യം ഷെയർ ചെയ്യാണ്. അവർ ഇമോഷണൽ ആയിട്ടാണ് പറയുന്നത്, അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും നിങ്ങളുടെ ആക്ഷനോ അല്ലെങ്കിൽ നിങ്ങളുടെ ഏതെങ്കിലും ഒരു പ്രവൃത്തിയോ നിങ്ങളുടെ വാക്കുകളോ എന്തെങ്കിലും ഒരു ഡിഫിക്കൽട്ട് അവർക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. നിങ്ങളുടെ ഭാഗത്തുനിന്നും ഒരു ബുദ്ധിമുട്ട് അവർക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു സങ്കടമായിരിക്കും അനുഭവപ്പെട്ടിട്ടുണ്ടായിരിക്കുക. സോ ഇത് നിങ്ങളോട് ഷെയർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കത് മനസ്സിലാക്കാൻ സാധിക്കാതെ പോകുന്നു പല കാര്യങ്ങൾ കൊണ്ട്. ഒരുപക്ഷെ നിങ്ങളത് കൃത്യമായി കേൾക്കാത്തത് കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ എന്താണ് അവർ പറയുന്നത് എന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കാൻ ശ്രമിക്കാത്തത് കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ അവർ പറയുന്നത് തെറ്റാണ് എന്നുള്ള ഒരു രീതിയിൽ കേൾക്കുന്നത് കൊണ്ടായിരിക്കാം. ഇങ്ങനെ പല കാര്യങ്ങൾ കൊണ്ടായിരിക്കാം. ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിക്ക് സ്വാഭാവികമായിട്ടും ഇങ്ങനെ നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ കേൾക്കുന്നില്ല എന്ന് തോന്നുന്ന സമയത്ത്, ഒന്നും കേൾക്കുന്നില്ല, പറഞ്ഞിട്ട് കാര്യമില്ല, അല്ലെങ്കിൽ ഒരു ഓപ്പൺ ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ അവിടെ സ്പേസ് കിട്ടുന്നില്ല, ഒരു തുറന്ന സംസാരം നടക്കുന്നില്ല, ഞാൻ പറയുന്ന കാര്യങ്ങളൊന്നും ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തി മനസ്സിലാക്കുന്നില്ല എന്നൊരു രീതിയിലേക്കാണ് കാര്യങ്ങൾ കൊണ്ടെത്തിക്കുക. അതുകൊണ്ട് തന്നെയാണ് പലപ്പോഴും എത്ര ഇഷ്ടം ഉണ്ടായിട്ടും പല റിലേഷൻഷിപ്പും വർക്കൗട്ട് ആകാത്തതിന്റെ ഒരു പ്രധാനപ്പെട്ട റീസൺ. സോ ലാക്ക് ഓഫ് ഇമോഷണൽ മെച്യൂരിറ്റി കാണുന്നുണ്ടെങ്കിൽ അതാണ് മറ്റൊരു പോസിബിൾ റീസൺ. ഇനി മൂന്നാമത്തെ ഒരു കാര്യമാണ് അൺറിസോൾവ്ഡ് പാസ്റ്റ് ട്രോമാസ്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യമായിരിക്കാം. ചിലപ്പോൾ അവരുടെ ലൈഫിൽ ഏതെങ്കിലും ഒരു വ്യക്തിയുടെ, ആ റിലേഷൻഷിപ്പിലുള്ള ഏതെങ്കിലും ഒരു വ്യക്തിയുടെ ലൈഫിൽ പാസ്റ്റിൽ ചിലപ്പോൾ ഒരു ബാഡ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കാം, ഏതെങ്കിലും രീതിയിലുള്ള ഒരു ട്രസ്റ്റ് ഇഷ്യൂ നേരിടേണ്ടി വന്നിട്ടുണ്ടായിരിക്കാം. സോ ഇങ്ങനെ ഉണ്ടാകുന്ന സമയത്ത് പ്രസന്റ് റിലേഷൻഷിപ്പിലും അതേ കാര്യങ്ങൾ തന്നെയാണ് ഫീൽ ചെയ്യുന്നത്, അല്ലെങ്കിൽ അതേ കാര്യങ്ങൾ ഹീൽ ചെയ്യാൻ സാധിക്കാത്ത രീതിയിൽ അതെല്ലാം വരുന്നുണ്ടെങ്കിൽ അതാണ് പലപ്പോഴും എത്ര സ്നേഹം ഉണ്ടായിട്ടും ആ ഒരു റിലേഷൻഷിപ്പ് ഹെൽത്തി വേയിലേക്ക് വർക്കൗട്ട് ആകാൻ സാധിക്കാത്തതിന്റെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം. ഇനി പോസിബിൾ ആയ മറ്റൊരു റീസൺ ആണ് ടോക്സിക് ആയ രീതിയിൽ ഏതെങ്കിലും കാര്യങ്ങളോട് നിങ്ങൾ പ്രതികരിക്കുന്നുണ്ടെങ്കിൽ. ഫോർ എക്സാമ്പിൾ, ആ റിലേഷൻഷിപ്പിലാണ്, പക്ഷെ ഇടയ്ക്കിടയ്ക്ക് എന്തിനും ഏതിനും ബ്രേക്കപ്പ് ആവാം, അല്ലെങ്കിൽ ഈ റിലേഷൻഷിപ്പ് വർക്കൗട്ട് ആകില്ല എന്ന് പറഞ്ഞുകൊണ്ട് വളരെ നിസ്സാരമായിട്ടുള്ള കാര്യങ്ങൾക്ക് വരെ ആ രീതിയിലാണ് എപ്പോഴും പ്രതികരിക്കുന്നത് എന്നുണ്ടെങ്കിൽ അതാണ് ഒന്നാമതായിട്ട് വരുന്ന ഒരു ടോക്സിക് ആയിട്ടുള്ള ഒരു പ്രതികരണം. രണ്ട്, ഒരു കാര്യവും കൃത്യമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാതെ എന്തിനും ഏതിനും സൈലന്റ് ട്രീറ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു രീതി. ഒരുപക്ഷെ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിക്ക് മനസ്സിലാവാത്തത് കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ എന്താണ് കാര്യങ്ങൾ നടക്കുന്നത്, അല്ലെങ്കിൽ എന്താണ് നിങ്ങളുടെ ഇമോഷൻ, നിങ്ങൾക്ക് എന്താണ് ഫീൽ ചെയ്യുന്നത്, ഇതൊന്നും ചിലപ്പോൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിക്ക് ക്ലിയർ ആയിട്ട് വായിച്ചെടുക്കാൻ പറ്റിക്കൊള്ളണമെന്നില്ല. പക്ഷെ അതൊന്നും ഓപ്പൺ ആയി പറയാതെ എന്നെ മനസ്സിലാക്കിയില്ലല്ലോ, അല്ലെങ്കിൽ അതൊക്കെ മനസ്സിലാക്കേണ്ട കാര്യമല്ലേ, അല്ലെങ്കിൽ ഇതൊക്കെ എത്ര പറയാനുണ്ടോ, ഈ രീതിയിലൊക്കെ ചിന്തിച്ചുകൊണ്ട് ഒന്നും പറയാതെ, ഓപ്പൺ ആയിട്ട് ഒരു കമ്മ്യൂണിക്കേഷൻ നടത്താതെ, ഒന്നും സംസാരിക്കാതെ ഒരു സൈലന്റ് ട്രീറ്റ്മെന്റിലേക്ക് പോകുന്നൊരു കാര്യം, അങ്ങനത്തെയുള്ള ഒരു സ്വഭാവം അങ്ങനെയും കൂടുതലായിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ, അതും എത്ര സ്നേഹം ഉണ്ടെങ്കിലും പലപ്പോഴും ഈ ഒരു കാര്യം കൂടുതലായിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ആ റിലേഷൻഷിപ്പ് വർക്കൗട്ട് ആക്കുന്നതിൽ ഇതൊരു തടസ്സമായിട്ട് വരും. ഫൈനലി, ഒരു വൺ സൈഡഡ് റിലേഷൻഷിപ്പ് ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത്. അതായത് ഒരു വൺ സൈഡഡ് എഫേർട്ടാണ്, ഒരു വ്യക്തിയുടെ മാത്രം ആവശ്യമാണ്, അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും ഒരു വ്യക്തി മാത്രമാണ് ചെയ്യുന്നത്. ഇങ്ങനെ ആ റിലേഷൻഷിപ്പിലുള്ള ഏതെങ്കിലും ഒരു വ്യക്തിക്ക് തോന്നുകയാണ്. ഒരു വ്യക്തി എപ്പോഴും മിസ്റ്റേക്ക് ചെയ്യുന്നു, ഒരു വ്യക്തി എപ്പോഴും അതിനെ ഫോർഗീവ് ചെയ്യുന്നു, ഒരു വ്യക്തി എപ്പോഴും മിസ്റ്റേക്ക് ചെയ്യുന്നു, സോറി പറയുന്നു. ഇത്തരത്തിൽ റിലേഷൻഷിപ്പ് എൻ്റെ ആവശ്യമാണ്, എൻ്റെ മാത്രം ആവശ്യമാണ്, ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തി വേണമെങ്കിൽ നിന്നോ, അല്ലെങ്കിൽ ഞാനായിട്ട് ഇതിനൊരു എഫേർട്ട് എടുക്കില്ല എന്ന ആറ്റിറ്റ്യൂഡിലാണ്
കൂടുതലും പ്രവർത്തിക്കുന്നത് അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ആറ്റിറ്റ്യൂഡാണ് കൂടുതൽ കാണിക്കുന്നത് എന്നുണ്ടെങ്കിൽ അതാണ് ആ റിലേഷൻഷിപ്പ് ബ്രേക്കപ്പിലേക്ക് പോകുന്നതിന്റെ മറ്റൊരു പോസിബിൾ ആയിട്ടുള്ള റീസൺ. സോ ഇത്രയും കാര്യങ്ങൾ ഉണ്ടാവുന്നത് കൊണ്ടാണ് പലപ്പോഴും ഒരു റിലേഷൻഷിപ്പിൽ എത്ര സ്നേഹം ഉണ്ടായിട്ട് കൂടി ആ റിലേഷൻഷിപ്പ് വർക്കൗട്ട് ആകാൻ പറ്റാത്തതായിട്ട് വരുന്നത്, അല്ലെങ്കിൽ അതിന്റെ പോസിബിൾ റീസൺസ് എന്ന് പറയുന്നത്. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇതുപോലെയുള്ള ഏതെങ്കിലും ഇഷ്യൂസ് നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനൊരു പ്രോപ്പർ സൊല്യൂഷൻ വേണം, ആ റിലേഷൻഷിപ്പ് ഇഷ്യൂ സോൾവ് ചെയ്യണം എന്നൊക്കെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് സപ്പോർട്ടിന് വേണ്ടി കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ ഇഷ്യൂ എന്താണ് എന്നുള്ളത് കൃത്യമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങളുടെ ടീം നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. സോ ആവശ്യമുള്ള ആളുകൾ കോൺടാക്ട് ചെയ്യാം. എനിവേസ് നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്